അമ്മായിയമ്മമാരെ മരുമക്കൾ ഉപദ്രവിക്കുന്നത് ഒരുപാട് നമ്മൾ കണ്ടു. വളരെ ക്രൂരമായവരെ ഉപദ്രവിക്കുന്നതും ജീവിക്കാൻ അനുവദിക്കാതെ ഇപ്പോൾ വീടിനെ പുറത്താക്കുന്നതും അല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ സ്വന്തം അമ്മമാരെ ഉപദ്രവിക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറുകയാണ്. ഇപ്പോൾ പുറത്തു വന്നൊരു വീഡിയോയിൽ സ്ഥലമോ ഈ നടക്കുന്നത് എവിടെയാണ് ആരാണെന്നൊന്നും അറിയില്ല, പക്ഷെ സ്വന്തം മകള് അമ്മയെ ഉപദ്രവിക്കുന്നത് വളരെ ക്രൂരമായി. കാലിലൊക്കെ ഇങ്ങനെ കടിച്ച് എടുത്ത് അടിച്ച് മുഖത്തൊക്കെ അടിച്ച്, കേരളത്തിലല്ല കേരളത്തിന് പുറത്തെവിടെയുമാണ് വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നത്. ഈ ഇപ്പോൾ അഫാൻ്റെ ഒക്കെ പിൻഗാമിയായി മാറുകയാണ് ഓരോ കുട്ടികളും എന്ന് തോന്നുന്നു. സ്വന്തം അമ്മയെ 10 മാസം നൊന്ത് പ്രസവിച്ചെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത്തരം അമ്മമാരെയൊക്കെ ഉപദ്രവിക്കാൻ ഇവരെ കൊണ്ടെത്തിക്കുന്നത് എന്തായിരിക്കും? ലഹരിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പക, വൈരാഗ്യങ്ങൾ, അങ്ങനെ തനിക്ക് ഒരു കാര്യം ചോദിച്ചിട്ട് തരാത്തതിൻ്റെ പ്രതിഷേധം, പ്രതികാരം, അങ്ങനെയൊക്കെ ആയിരിക്കും. ശരിക്കും ഇങ്ങനെ ഒരു ന്യൂസ് നമുക്ക് പറയാന്ന് പറയുമ്പോൾ തന്നെ അതൊരു വേദനാജനകമായ കാര്യമാണ്. കാരണം ഇപ്പോൾ ധന്യയുടെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് ധന്യയുടെ അമ്മ ഒരു ദിവസം എത്ര പ്രാവശ്യം വിളിക്കും, നമ്മളെല്ലാ വീഡിയോ കോളിൽ കാണേണ്ട അമ്മ. ഇപ്പോൾ ഞാനാണെങ്കിൽ തന്നെ എൻ്റെ മോനെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. നമുക്കൊക്കെ അമ്മമാരെന്ന് പറയുമ്പോൾ ആ അമ്മമാർ ഉപദ്രവിക്കുന്ന മക്കളെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അവരോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ ഇത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, നേരത്തെ ഉണ്ടാവാം, പക്ഷേ ഇപ്പോൾ കുറച്ചധികമായിട്ട് ഇതിങ്ങനെ നിരന്തരമായിട്ട് അമ്മമാരെ മക്കൾ ഉപദ്രവിക്കും. അത് എനിക്കൊന്ന് അമ്മ എന്ന് മാത്രമല്ല, കുടുംബ ബന്ധങ്ങളുടെ ഒരു ശിഥിലീകരണം തന്നെ ഇതിൻ്റെ കാരണം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ ഒന്നാമത് ന്യൂക്ലിയർ ആയിട്ടുള്ള ഫാമിലിയാണ്. പണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഇത്ര അംഗങ്ങളുണ്ട്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് നമ്മുടെയൊക്കെ അമ്മയുടെ വീട്ടിലോ അച്ഛൻ്റെ വീട്ടിലോ ചെല്ലുമ്പോൾ കാണുന്ന പോലെ എല്ലാവരും ഒന്നിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ ഒരു ചെറുപ്പം ഉണ്ടായിരുന്നു. ആ ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അമ്മയോട് പറയുമ്പോൾ ആദ്യം വന്ന് പേരമ്മയായിരിക്കും നമ്മൾ വഴക്ക് പറയുന്നത്, എന്തായാലും അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. ഇപ്പം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. വീട്ടിൽ ഒരാൾക്ക് പകരം ഒരാൾ എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് അമ്മൂമ്മമാരെപ്പോഴും. അതായിരിക്കാം ഇവരിങ്ങനെ സ്വന്തം അമ്മേനെയൊക്കെ ഉപദ്രവിക്കാനുള്ള കാരണം. പിന്നെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പിള്ളേരാവാനുള്ള കാരണം എന്തായാലും അച്ഛനും അമ്മമാരുമാണ്. ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ ഈ ഇപ്പം നിസ്സാരം കിൻഡർ ജോയ് പോലുള്ള മിഠായികൾ നമ്മൾ മക്കൾക്ക് മേടിച്ച് കൊടുക്കും. ഈ കൊടുക്കുന്ന മിഠായിലൊരു ലഹരിയുണ്ട്. ആ ലഹരിയുടെ അഡിക്റ്റാണ് പിന്നീട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ വീട്ടിൽ സിഗരറ്റ് വലിക്കുന്ന അച്ഛൻ, ആ അച്ഛനെ കണ്ടിട്ടായിരിക്കും മകൻ നാളെ സിഗരറ്റ് വലിക്കുന്നത്. ചിലപ്പോൾ എങ്ങനെയും വരാം. പക്ഷെ ഇങ്ങനെയുള്ള ഉപയോഗങ്ങളുടെ കൂടുതൽ കൊണ്ടും മറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് സുലഭമാണ്. അത് കൺട്രോൾ ചെയ്യേണ്ട ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. ഗവൺമെൻറ് നോക്കുന്നില്ല. അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലൊരു ഉത്തരവാദിത്വമില്ല. എല്ലാവരും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഓടുക ചെയ്യണേ. ഈ അമ്മമാരെ ഉപദ്രവിക്കാൻ ശരിക്കും മാനസിക പ്രശ്നം തന്നെയാണ് മക്കൾക്ക്. അത് ഇപ്പോൾ ഒരാൾ മദ്യപിച്ചെന്ന് പറഞ്ഞ് അയാൾക്ക് അങ്ങനെ ഒരു തോന്നൽ എത്രത്തോളം തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരാൾ നമുക്കൊക്കെ മദ്യപിക്കുന്ന എത്രയോ പേരെ അറിയാം. പക്ഷേ മദ്യപിക്കുന്നവർ മുഴുവൻ അങ്ങ് ഒരാളെ കൊല്ലാൻ ഇറങ്ങുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. അതെ, ശരിയാണ്. അമ്മമാരെയൊക്കെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ അമ്മമാരെന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ചിന്തിക്കും, അമ്മമാരും കൂടെ പോയാൽ ഓൾറെഡി എൻ്റെ അച്ഛൻ മരിച്ചു, ഇനി അമ്മയ്ക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് അനാഥയാണ്. അച്ഛനും അമ്മയ്ക്കും അപ്പുറം നമുക്ക് വേറെ ആരും ഇല്ല. നമുക്ക് തന്നെ അറിയാം. അപ്പോൾ എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ ഒരാങ്ങളയുണ്ട്. അപ്പോൾ അത് പിന്നെ നമ്മൾ കൂടുതലതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ എന്താ പറയുക സുരക്ഷിതരാണ് എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നാൽ, എനിക്കൊരു അടി കിട്ടിയ എന്നെ ഒന്ന് അടിക്കുകയോ വഴക്കുറയോ ചെയ്താൽ എൻ്റെ അമ്മ അപ്പം ഫോൺ വിളിച്ച് ചോദിക്കും, നീ എന്താ കാര്യം, എന്താ നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം, എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ, നീ എന്തിനാ അവളെ കൈവച്ചത് എന്നൊരു വാക്ക് ചോദിക്കാൻ എൻ്റെ അമ്മ ഉണ്ടെന്നുള്ളൊരു ധൈര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ കല്യാണം കഴിച്ച ആൾക്കൊരു ഭയമുണ്ട്. അവളെ അമ്മ അത് ചോദിക്കും. പിന്നെ അത് വേറെ സംസാരത്തിലേക്ക് പോകാണ്ട് മിണ്ടാതെ വായി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലതെന്നുള്ളത്. പക്ഷെ ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന്, അതേ നമ്മൾക്കൊരു വിഷമം വന്നാൽ പോലും നമുക്കൊന്ന് ചെന്ന് പറയാൻ ആളില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മളെപ്പോഴും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥിക്കും, നമ്മുടെ അമ്മയ്ക്കും ആയുസ്സും ആരോഗ്യം കൊടുക്കണേ. അമ്മയുടെയൊക്കെ സൗണ്ട് മാറിയാൽ തന്നെ നമ്മളൊരു 10 പ്രാവശ്യം വിളിച്ച് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറ, എന്താ കാര്യം. ഇങ്ങനെ നമുക്കൊരു വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളെ അമ്മമാർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് കേൾക്കും. പക്ഷെ പലയിടത്തും അങ്ങനെയല്ല. അമ്മമാരെ വീട്ടിൽ കയറ്റാത്ത മക്കള്, അമ്മമാർക്ക് നേരെ ആഹാരം കൊടുക്കാത്ത, പട്ടിക്കൂട്ടിലിടുന്ന മക്കള്, ചങ്ങലയ്ക്ക് കാലിൽ കെട്ടിയിട്ടിട്ട് പോകുന്നവര്, അമ്മമാരെ നോക്കാൻ മടിച്ച്
ഇവിടെ വീട് ഒക്കെ പിന്നെ അമ്മമാരെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് വിദേശത്തേക്ക് പിന്നെ സെറ്റിലാകാൻ പോകുന്ന മക്കൾ, അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഇപ്പം ബബിത പറഞ്ഞതുപോലെ ബന്ധങ്ങൾക്കിടയിലെ ഒരു ഊട്ടിയുറപ്പിക്കലില്ലാതെ പോയിരിക്കുന്നു. എനിക്കറിയാവുന്ന ഒരു കുടുംബം എന്നോട് പറയാം, എനിക്ക് അറിയാവുന്ന വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഫാമിലിയാണ്. അവരിൽ രണ്ട് പെൺമക്കളാണ് അവർക്ക്. അപ്പോൾ മൂത്ത ആൾ പിന്നെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അതെ ഞാൻ അമ്മയെ കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുക ചേച്ചി. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ? അല്ല ഇവിടെ അവർ UK യിലാണ്, അപ്പോൾ ഇവിടെ അമ്മയുണ്ടെങ്കിൽ എനിക്ക് അത്രയും പൈസ സേവ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ? അമ്മ അവിടെ കൊച്ചിനെ നോക്കാൻ നിൽക്കുവാണെങ്കിൽ ജോലിക്ക് ആളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്ന ആളുകളും ഉണ്ട് അമ്മമാരെ, വെക്കേഷനിൽ കൊണ്ടുപോകുന്നു. പക്ഷെ ആ അമ്മയെ സംബന്ധിച്ച് അങ്ങോട്ട് പോണതേ അമ്മയ്ക്ക് വെറുപ്പാണ്. കാരണം ആ അമ്മമാർ ഇവിടെ ഈ അമ്പലത്തിലും എന്താ ദിവസേന പൂർണ്ണത്രേശനെ കണ്ടു തൊഴുന്ന അമ്മമാരൊക്കെ അത്. ആ അമ്മയ്ക്ക് അവിടെ പോയിട്ട് ഈ 4 ചുമരിൻ്റെ ഉള്ളിലിരിക്കാനേ പറ്റുള്ളൂ. എത്രയോ വിദേശത്തുള്ള മക്കളുടെ അമ്മമാർ അങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം അവർക്ക് മാനസികമായിട്ടൊന്നും, കാരണം ആ മക്കളോടുള്ള സ്നേഹമാണ്. മക്കൾക്കാണെങ്കിൽ അത് അമ്മയെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള നാട്ടിൽ ഈ അമ്മയെ ഉപദ്രവിക്കുക അതൊരു കണക്കിന് സ്നേഹവും ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് പുറത്തൊരാളെ നിർത്തുന്നതിനേക്കാൾ സുരക്ഷിതത്വമായിരിക്കും. ഇവിടുത്തെ മിക്കവരും വിദേശ രാജ്യങ്ങളിലൊക്കെ അമ്മയെ കൊണ്ട്, എല്ലാവരും അല്ല, ഒരു ശതമാനം ആൾക്കാർ ഈ പണം സേവ് ചെയ്യാൻ കൊണ്ടുപോകും. പക്ഷെ പറയും എന്താ, അവരെ മക്കളെ അവരെ അങ്ങ് കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോകണത്? നമ്മളെ ഇത്രയും കാലം പോറ്റ് വളർത്തി അമ്മമാരെ നമ്മളെ മക്കളെ നോക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോകും. ഞാൻ ഒരിക്കൽ ഒരു ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ദുബായി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ദുബായിയുടെ പുറലോകം കണ്ടിട്ടില്ല അത്. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ? ഞാൻ പോണത് അവൾക്ക് ഡ്യൂട്ടി കൂടുതലുള്ള ആ ഒരു 3 മാസത്തേക്കാണ് ഞാൻ പോകുന്നത്. ആ 3 മാസം അവൾ 2 മാസേ അടുപ്പിച്ച് ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങ് പോരും. അപ്പോൾ അവർക്ക് പുറത്ത് പോകാനൊരു ഓപ്ഷനില്ല, ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഹസ്ബൻഡ് ആണെങ്കിലും വന്നു കഴിയുമ്പോൾ അവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. അവരുടെ ഈ ആൻറ്റി പുറലോകം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് വരുന്നു, തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നു, തിരിച്ച് വരുന്നു. കാരണം മറ്റുള്ള സാധനങ്ങളെല്ലാം ഫ്ലാറ്റിൻ്റെ പുറത്ത് എത്തുകയും ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന അമ്മമാരും ഉണ്ട്. പക്ഷേ ഈ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യ, ഇപ്പം അഫാൻ്റെയൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ആക്കി പറയേണ്ടി വരും ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ നമ്മൾ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് സത്യത്തിൽ പലരും ഇപ്പോൾ പറയുന്നത്, ബസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ പലരും ഇത് സംസാരിക്കുക വീട്ടിൽ പോകാൻ പേടിയായിരുന്നു. കാരണം പല ചുറ്റികളൊക്കെ എടുത്ത് വെച്ച് ഈ മക്കളുടെ മനസ്സിലുകളിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അത് ഇന്നലെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ വീട്ടിൽ ഇന്നലെ എനിക്ക് മോൻ ഉറക്കത്തിൽ കിടന്നിങ്ങനെ ഞെട്ടി എഴുതിയോ. അപ്പോൾ ഞാൻ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇടി എന്തെങ്കിലും ഇരുമ്പിൻ്റെ കഷ്ണം ഒന്ന് അടിയിൽ വെച്ചോ. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പം ഞാൻ വേഗം ഒരു വലിയ വാക്കത്തി എടുത്തുകൊണ്ട് വെച്ച്. അപ്പം എന്നോട് ചോദിക്കുക, ചുറ്റിക കിട്ടാത്തതുകൊണ്ടാണോ നീ വാക്കത്തി എടുത്ത് വെച്ചതെന്ന് എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചതാ. അപ്പോൾ ഇയാളോട് ദൈവം ചുറ്റിക, ഇപ്പം ചുറ്റിക എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സിമ്പിളായി മാറി. അഫാൻ ചുറ്റിക എന്നുള്ള അഫാൻ ചുറ്റിക ഉപയോഗിച്ചതോടുകൂടി കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട അച്ഛനമ്മമാർക്കെല്ലാം ഭയമാണ്. കാരണം ഇങ്ങനെ ഒരു സാധനം മതി, വലിയ പൈസയൊന്നുമില്ല, 1500 രൂപ കൊടുത്താൽ ഒരു ചുറ്റിക വാങ്ങാം, ഒരൊറ്റ അടി തീർന്നു. ഇങ്ങനെ ഒരു ലെവലിലേക്ക് മക്കൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ ഭയമാണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള ന്യൂസ് കാണുന്ന കുട്ടികളുടെ അവസ്ഥയാണ്. അതെ, ആ കുട്ടികൾ ശ്രദ്ധിച്ച്, ഇവർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും. ചെറിയ ഇളയ കുട്ടികളുണ്ടെങ്കിൽ അവരിത് പ്രയോഗിക്കാം. അതെ, തീർച്ചയായിട്ടും. ഇതിനൊക്കെ ഒരു വലിയ ബോധവൽക്കരണം കുറച്ചുകൂടി യുവതലമുറയ്ക്കിടയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിപ്പോകുന്നു. പിന്നെ എന്താ പറയുക, അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്ന് പലരും പറയും. പക്ഷെ നന്നായിട്ട് സ്നേഹിക്കുന്ന അമ്മമാർക്ക് തിരിച്ച് മക്കള് സ്നേഹം കൊടുക്കണമെന്നില്ല. അതൊക്കെ ഒരു പഴയ